വീട്ടുമുറ്റത്തൊരു പൂന്തോട്ടം. ചിറയിൻകീഴ് കൃഷി ഓഫീസറുടെ ശ്രമഫലമായി കർമ്മശ്രീ സേവന കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ പെരുമാതുറ ശ്രീ മാധ്യമം നൗഷാദിൻ്റെ വീട്ടിൽ കൃഷി ചെയ്ത ഓണപ്പൂക്കളിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കാം. ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പെരുമാതുറയിൽ ഇപ്പോൾ ശരിക്കും പൂക്കാലമാണ്. നമ്മൾ ഓണത്തിന് കൃഷിഭവൻ്റെയും അതുപോലെ തന്നെ കർമ്മശ്രീ സേവന കൃഷിക്കൂട്ടത്തിൻ്റെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് വിഭാവന ചെയ്ത പൂവനി ഓണപ്പൂവ് പുഷ്പകൃഷിയിലൂടെ 5 കൃഷിത്തോട്ടങ്ങളാണ് നമ്മൾ പെരുമാതുറയിൽ കൃഷി ഒരുക്കിയത്. അതിൽ വ്യത്യസ്തമായ ഒരു തോട്ടമാണ് വീട്ടുമുറ്റത്ത് ഉമ്മയ്ക്ക് ശരിക്കും പൂക്കൾ കാണുന്നതിന് വേണ്ടി ഒരു പൂന്തോട്ടം ഒരുക്കണമെന്നൊരു അഭ്യർത്ഥനയുമായിട്ട് ശ്രീ നൗഷാദ് സാർ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ കർമ്മശ്രീ സേവന കൃഷിക്കൂട്ടം ഇവിടെ തൊഴിലുറപ്പുകാർക്കൊപ്പം കിളച്ചൊരുക്കി ഒരു പൂന്തോട്ടം ഒരുക്കി. അപ്പോൾ ആ പൂന്തോട്ടം ഓണത്തിന് അടുപ്പിച്ച് പൂ ചൂടിത്തുടങ്ങി. അപ്പോൾ ഓണം കഴിഞ്ഞ് പൂക്കളുടെ സമൃദ്ധിയായിട്ട് ഒരു നിര പോലെ നമ്മൾ ഈ ഗേറ്റ് കടന്ന് ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇരുവശങ്ങളിലും പൂക്കളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഉമ്മ പറയുന്നത് കൂടി കേട്ടാൽ നമുക്കത് കുറച്ചുകൂടി വ്യക്തമാവും. ഉമ്മ എങ്ങനെയാണ് ഇപ്പൊ ജനൽ തുറന്നാലും പൂക്കളാണല്ലേ? ആളിലിരുന്നാലും പൂക്കളാണ്. ആളിലിരുന്നാലും പൂക്കൾ കാണാം. കാഴ്ച എടുക്കുന്നത് പൂക്കളാണ്. മുറ്റം നിറയെ പൂക്കൾ. മുറ്റം നിറച്ചും പൂക്കൾ. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കാക്കയും പൂച്ചയും കാക്കത്തൊള്ളായിരം ബഹളവും ഒക്കെ വരുന്ന ആ ഒരു ബഷീർ സങ്കല്പം, ഈ ഭൂമിയുടെ അവകാശികളാണ് എല്ലാവരും എന്ന് പറയുന്ന ഒരു നല്ല സങ്കല്പം. അതുപോലെ ഒരു ഉമ്മ ഇവിടെ മുറ്റത്ത് നിറയെ പൂക്കളുമായിട്ട് മകൻ ഒരുക്കി കൊടുത്ത പൂക്കളുടെ ഭംഗിയും കണ്ട് നമ്മളോട് സന്തോഷം വയ്ക്കുന്നു അല്ലേ ഉമ്മ? ഈ ഉമ്മയ്ക്കൊപ്പം ഇപ്പോഴും നമ്മൾ ഹാപ്പി ഓണം അല്ലേ കാർത്തിക? നമ്മളെല്ലാവരും ഇപ്പോഴും ഹാപ്പി ഓണമാണ്. ഈ ഓണം എന്ന് പറയുന്നത് ഒരു വാക്കിലോ ഒരു ആഘോഷത്തിലോ ഒതുങ്ങുന്നതാണ് ഒന്നല്ല. അത് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കേണ്ട ഒരു നല്ല വികാരവും സ്വപ്നവുമാണ് ഓണം. അതിന് ജാതിയില്ല, മതമില്ല. ഓണമായി നമുക്ക് ജാതിയില്ല, മതമില്ല, അതിർവരമ്പുകളില്ല. ഓണസങ്കല്പം ഈ പൂക്കളം പോലെ മനം നിറഞ്ഞ് പെരുമാതുറ കടല് പോലെ തിരയടിച്ചുയരണം. അപ്പൊ അത്തരത്തിലുള്ള സന്തോഷമാണ് നമ്മൾ ഈ പൂവനി സമൃദ്ധിയിലൂടെ ചിറയിൻകീഴ് സാധ്യമാക്കിയിരിക്കുന്നത്. ഒരു പൂന്തോട്ടമൊന്നുമല്ല, ഇത് ശരിക്കും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ പെരുമാതുറയിൽ ചെയ്ത ഒരു കൃഷി ഇടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ശ്രീ നൗഷാദ് അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു പൂന്തോട്ടം ഒരുക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ പൂവനി പുഷ്പകൃഷിയുടെ ഭാഗമായി നമ്മുടെ കർമ്മശ്രീ സേവന കൃഷിക്കൂട്ടം ഒരുക്കി കൊടുത്ത ഒരു തോട്ടമാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വരി പിടിച്ചതുപോലെ കാണാം. കർമ്മശ്രീ കൃഷി ഗ്രൂപ്പാണ്. ആ കർമ്മശ്രീ കൃഷി ഗ്രൂപ്പ് അടുത്തൊരു തോട്ടത്തിലെ പൂവിൻ്റെ വിളവെടുപ്പുമായിട്ട് ഇതിനോടൊപ്പം വന്ന് ജോയിൻ ചെയ്യുകയാണ്. ഇങ്ങനെ നിരന്ന് കാണുക, ചെടികൾ ഇങ്ങനെ വരിയായി നിൽക്കുന്ന ചെടികളിൽ പൂക്കൾ നിരന്ന് നിൽക്കുക. ഈ പൂക്കളെ കണ്ട് സന്തോഷം കൂറി ഒരു ഉമ്മ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുക, അതൊക്കെ ഒരു സങ്കല്പവും നമുക്ക് മനസ്സിന് സുഖം പകരുന്ന ഒരു അനുഭവമാണ്. ഉമ്മയുടെ ചിരിയിലുണ്ട് ആ പ്രകൃതിയുടെ സൗകുമാര്യം എന്താണെന്നുള്ളത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ. ഇതിപ്പോൾ നമ്മുടെ കർമ്മശ്രീ സേവന കൃഷിക്കൂട്ടവും കൃഷി ഉദ്യോഗസ്ഥരും നമ്മുടെ ചിത്രാംഗതം ചേട്ടനും എല്ലാം ഈ ചെടികൾ ഇങ്ങനെ കണ്ടു പോവുകയാണ്. അപ്പോൾ ഇത് കൃഷി ചെയ്ത സ്ഥലത്ത് പൂവ് നമ്മൾ വിളവെടുത്തതാണ്.
തവണത്തെ കർമ്മശ്രീ 5 സൈറ്റ് ചെയ്തത് എല്ലാം 100 പേനി വിളവാണ്. അവിടെ അതിൻ്റെ ഒരു ഉമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഉമ്മയുടെ വീട്ടിൽ നമ്മൾ ചെയ്തത് 100% വിജയമായിരുന്നു. അവിടെ നിന്ന് വിളവെടുത്ത പൂക്കളുമായാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് കൃഷി ചെയ്യുന്നതും ഞങ്ങൾ തന്നെയാണ് തൈകൾ നടുന്നതും തൈകളെ പരിപാലിക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും മരുന്ന് കളിക്കുന്നതും എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വിളവെടുക്കുന്നതും നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് വിപണി കണ്ടെത്തുന്നതും. ഇപ്പോൾ നമ്മൾ ഓർഡർ പിടിച്ച് അതിനനുസരിച്ച് നമ്മൾ പൂക്കൾ കടകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഈ ഉമ്മ നമുക്കൊപ്പം ഇരിക്കുന്നത്. ഈ ഉമ്മയുടെ വീട്ടിലും ഇങ്ങനെ നമ്മൾ പൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓർഡർ.